വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മൊട്ട്, നീ വന്നൊന്നിരിക്കാമോ എന്റെ കോമള മമ്മുഖത്ത്. തൊട്ട് നോക്ക് നീ എപ്പോഴാ ഈ സെന്റിമെന്റ് ആ ഒരു സാധനത്തിലേക്ക് പോകുന്നതേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. പക്ഷെ എപ്പോഴും ഇടുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. ഇവളാണ് എന്നെ പഠിപ്പിച്ചു തന്നത് എങ്ങനെ ഇമോഷൻസ് പേപ്പറിലേക്ക് ആക്കാം എന്നുള്ള സംഭവം. ഞാൻ ബ്രേക്കപ്പ് ചെയ്യണ സമയത്ത് ഇവളൊക്കെ ആയിരുന്നു ഒരു താങ്ങും തണലും. മഞ്ഞുമലയും താണ്ടിക്കേറി വിജനതയുടെ രുചി നുകർന്ന് സോളോ എന്ന വികാരം നെഞ്ചിൽ പടുത്തുയർത്തിയ കൊമ്പനാണ് എങ്കിലും ചന്ദ്രിക എന്നൊക്കെയുള്ള മൂവിയില് അതിലെ മ്യൂസിക് ഡയറക്ടർ ഇഫ്തി എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഇതേപോലെ വിളിച്ചിട്ട് സി ആണോ ഡി ആണോ കംഫർട്ടബിൾ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ സിയും ഡിയും അറിയാത്ത ഞാനപ്പോ ഞാൻ രണ്ടിലും പാടും. അപ്പൊ എനിക്ക് പാട്ട് അയച്ചു ഒരു പാട്ട്, അതും ഇതേ ജഗതിയുടെ പഴയ ഒരു പാട്ടുണ്ട്, എന്താണ് പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പൊ ഈ പാട്ടാണ് റീമേക്ക് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പാട്ട് എനിക്ക് അയച്ചു തന്നിട്ട് സിയിലും ഡിയിലും പാടി അയക്കും പുറമെ. അപ്പൊ ഞാനിങ്ങനെ സി എന്താണെന്നൊക്കെ അപ്പോഴാണ് ഇങ്ങനെ നോക്കുന്നത്. നോക്കിയിട്ട് സി ഇങ്ങനെ ഫോണിലൊക്കെ എടുത്ത് സി ഒക്കെ ഇട്ടിട്ട് ഞാനിങ്ങനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ പാട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ തന്നെ അപ്പം തന്നെ റിപ്ലൈ വന്നു, ബ്രോ നമുക്കൊന്ന് ഡിയിൽ പിടിക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി സി കുളമാണ്. ഞാൻ എന്നിട്ട് ഡി അയച്ചു കൊടുക്കുന്ന എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 3 മണി. ഞാൻ എന്റെ ഫ്രണ്ടിനെ അപ്പം തന്നെ വിളിച്ചിട്ട് എടാ നിനക്ക് സിയും ഡിയും അറിയോ? അപ്പൊ അവൻ പറഞ്ഞു അറിയാം. ഞാൻ നേരെ വീട്ടിലോട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ശ്രീകാന്ത് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. അത് സിയും ഡിയും എന്നുള്ള സംഭവം ജസ്റ്റ് ഇപ്പോൾ ഒരാൾ പാടി അല്ലെങ്കിൽ ഒരു സാധനം ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇൻസ്ട്രുമെന്റ് ഇത് വെച്ചിട്ട് എനിക്ക് ചിലപ്പോൾ മേ ബി കിട്ടിയെന്ന് വരും. അല്ലാതെ ആ ട്യൂൺ ഇട്ട് സി എന്താ ഡി എന്താന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ മ്യൂസിക് ഡയറക്ടറെ വിളിച്ചില്ല, ഇങ്ങോട്ട് വിളിച്ചില്ല? അത് എനിക്ക് അപ്പൊ പാടി അയച്ചു കൊടുക്കണം. അപ്പൊ ഞാൻ എന്താ ഇതെന്ന് പറഞ്ഞാൽ വീട്ടിന്റെ അടുത്തുള്ളത് പറഞ്ഞ് മീൻസ് തൊട്ടടുത്ത് ഇതാണ് സി എന്ന് പറഞ്ഞ ഒരാളാണ്. ചുമ്മാ വെറുതെ കള്ളോ വിശ്വാസം ഇല്ല. കാരണം ഞാനും രേഖത്ത് എന്ന് പറഞ്ഞാൽ അന്നും എനിക്ക് എങ്കിലും ചന്ദ്രികയുടെ സമയത്ത് എനിക്ക് അന്ന് ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല അതിന് മുന്നേ ഷോ ചെയ്തിട്ടില്ല, ഈ അടുത്തൊക്കെയാണ് ഷോ പറഞ്ഞത്. അന്ന് ഈ ഒരു പാട്ട് കഴിഞ്ഞിട്ട് മൊത്തത്തില് പിന്നെ ഞങ്ങളുടെ കോൺവെർസേഷൻസ് അധികം നടക്കുന്നൊന്നുമില്ല. ദാസിയായിട്ടാണ് പിന്നെയുള്ളത്. പിന്നെ വർത്താനങ്ങളുടെ ഇടയിൽ രേഖത്തിന്റെ പേര് വരും, പിന്നെ ഇവൻ അങ്ങോട്ടേക്ക് വരുമ്പോ കാണും എന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു തോന്നിട്ടില്ല. പിന്നെ ഈ പാട്ട് വന്നപ്പോൾ ഞാൻ അവിടെ പോയി ഇവന്റെ അടുത്ത് ഡി പഠിച്ച് അത് അയച്ചു കൊടുക്കുക ചെയ്ത് അങ്ങനെ. കാരണം ഈ വണ്ടിനെ തേടും കാരണമാണ് എനിക്ക് എങ്കിലും ചന്ദ്രികയിലെ കിട്ടിയത് ആ സാധനം, ആ പാട്ട്, ആ പർട്ടിക്കുലർ പാട്ട് പാടുമ്പോൾ എനിക്ക് ജഗതി ചേട്ടന്റെ ചില മാനരസങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പാട്ടായതുകൊണ്ടായിരിക്കും. അല്ലെ ഈ പാട്ടും അതേ തന്നെയാണ്. അതേ പാട്ട് പാടാമോ? ഓ തീർച്ചയായിട്ടും. പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? പാട്ടുകാരി പെണ്ണേ നീ ഒരു പന്തലിലേറി എൻ്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? കണ്ണുനീരു മാറ്റണം വെണ്ണിലാവ് കാട്ടണം, കണ്ണുനീരു മാറ്റണം വെണ്ണിലാവ് കാട്ടണം, എന്നും എൻ്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണോ പങ്കുവെക്കണോ. ഇതാണ് ഞാൻ പാടുമ്പോൾ ഹാരം, ജണ്ട്, മാല, നാരങ്ങ ആ സാധനം. കാരണം ഇത് ഉള്ളി കിടക്കുന്നുണ്ട്. കാരണം ആ പുള്ളി ആ പറയുന്ന ആ സാധനം നമുക്ക് ഉള്ളി കിടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതേപോലത്തെ ഒരു പാറ്റേൺ. അത് മാത്രമല്ല അഭിനയിക്കാൻ കുറച്ച് പാട്ടുകാരനായ ആളല്ലേ, അപ്പൊ ആ മുഖത്ത് എക്സ്പ്രഷൻ ഒക്കെ അഭിനയം തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പോഴും ഞാൻ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡന്റ് ആണ്. ഐ ആം ഗോയിങ് ഓൺ. അപ്പൊ അത് പാഷൻ ഫോളോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഇടയിൽ കാരണം ഈ മുല്ലപ്പൂമ്പൊടികൾ ഏറ്റുകിടക്കുന്ന കല്ലിന് ഒരു സൗരഭ്യം ഉണ്ടാവുന്ന പോലെ സാഹിത്യത്തിലും ചെറുക്കൻ അല്ല, ഞാൻ സ്വന്തമായി ലിറിക്സ് എഴുതിയ പാട്ടുകളും ഉണ്ട്. നോട്ട് ദാറ്റ്. ഓക്കെ, ഓക്കെ. ഇതില് ഏത് പാടണമെന്ന് കൺഫ്യൂഷനായി. ഓക്കെ, ഇത് ഡീലൊക്കെ എനിക്ക് അറിയാവുന്ന ഓക്കെ. ഞാൻ എന്നാല് ഇപ്പൊ എങ്കിലും ചന്ദ്രിക എന്നുള്ള സിനിമയില് ഒരു എടിപെണ്ണേകാർ മുഖയിലാൾ എന്റെ ഫോക്കിഷ് ടച്ചാ മേജർലി ഉള്ള അതാണുള്ള പാട്ട്. പക്ഷെ എനിക്ക് പാടാൻ നിർബന്ധിതമാവുന്നത് ബുള്ളറ്റിന്റെ സോങ് ആണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്
ബുള്ളറ്റ് അന്നൊരു ക്രൈസ് ആയിട്ട് ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരും കൂടെ ബെല്ലാരി എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്റ്റലുണ്ട് ഞങ്ങളുടെ. അപ്പോൾ എല്ലാവരും കൂടെ NSS കോളേജ് അകത്തേത്ര പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവരും ഞങ്ങളുടെ ഹോസ്റ്റലിൽ എല്ലാവരും കൂടെ ബുള്ളറ്റ് വാങ്ങിയപ്പോൾ ഈ ബുള്ളറ്റ് ഇങ്ങനെ എല്ലാവരും ഓരോ സൗണ്ടാണല്ലോ, പല ഹിമാലയൻ അതിൻ്റെ എല്ലാം കട്ട കൊടുകൂടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തീം ഉണ്ടാകും. സംശയം ചോദിച്ചോട്ടെ, ഇടയ്ക്ക് കയറാന്ന് വിചാരിക്കില്ല. നിങ്ങൾ 3 എഞ്ചിനീയറിംഗ് പഠിച്ചവരല്ലേ? അതെ, ഈ എഞ്ചിനീയറിംഗ് പഠിച്ചവരൊക്കെ നിങ്ങൾ എന്നിട്ട് നിങ്ങളുടെ മേഖലയിലും കാണാൻ പഠിച്ചു? ഞാനൊരു 6 മാസം എന്തോ ഇന്റേണൊക്കെ ചെയ്തിരുന്നു. എന്തിനാ ഈ 4 വർഷം ഇനിയും പഠിക്കാൻ പോകുന്നില്ല? എന്തിനാ ഈ 4 വർഷം? ഓഫീസിലെ ഞാൻ ഫസ്റ്റ് ലീജ് എന്നുള്ള കമ്പനി വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ഞാൻ വളരെ ഉപദേശിച്ചൊക്കെ വിട്ടത്, നീ ഒന്നും ഒരിക്കലും ഇങ്ങോട്ട് വരരുത്. അല്ല, മേജർലി പാരന്റൽ കൺസേണും കൂടിയാണ് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിലേക്ക് പോകുന്നത്. എന്റെ ഭാര്യയും പഠിച്ചു 4 വർഷം എഞ്ചിനീയറിംഗ്, ഇതായപ്പോ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്ന LPS എന്ന് പറഞ്ഞ പോലെയാണ്. അതേപോലെയായിരുന്നു. അച്ഛാ താങ്ക് യു, പണ്ട് എന്നോടും പറഞ്ഞതാ പഠിക്കാൻ പറഞ്ഞു, ഞാൻ പറ്റത്തില്ല അച്ഛൻ നിർബന്ധിച്ചില്ല, നന്ദിയുണ്ട്. അയ്യോ, അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇത്തരം എഞ്ചിനീയറിംഗ് കോളേജിൽ എന്റെ ജൂനിയർ ആയിരുന്നു ദാസി. ആ ദാസി വഴിയാണ് ഞാൻ ആദ്യത്തെ പാട്ട്. അപ്പൊ ആ കോളേജും കാരണം ഉണ്ടായിട്ടുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ശരി, അപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാൽ മതി. ഞാൻ വെറുതെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ പോയി, അവിടെ ഒരുത്തരം കിട്ടിയില്ല. കാരണം എഞ്ചിനീയറിംഗിലുള്ള എല്ലാവരും ഈ പരിപാടിയായിട്ടാണ്. കാരണം എനിക്കറിയാത്ത കുറെ സുഹൃത്തുക്കൾ ഇപ്പൊ ആരും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കോർ ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് ഒരാളെ എങ്ങാനും ഉണ്ടെങ്കിൽ 1 or 2 പേര് മാക്സിമം, അതിലാരും അതിന്റെ അപ്പുറം ആരും, എല്ലാവരും IT കമ്പനി അങ്ങനെ പല. നിങ്ങളിപ്പോ ഇവിടെ വന്നിരുന്ന 4-5 പേരുടെ പേര് പറഞ്ഞു, ഇവരെയൊക്കെ നമുക്ക് കോമൺലി അറിയാവുന്ന ആളുകളാണ്. ഇവരാരും മേഖലയിൽ സ്വാഭാവികം. അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. കട്ട 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 കുട്ടു 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 ചങ്കിലിടിക്കണ വണ്ടി ഇത്, മീശ മുറുക്കിയ വണ്ടിയിലിരുന്നാൽ കാണാനം പിടിച്ചേലാണ്. മീശയില്ലെങ്കിലും ചെക്കനുണ്ടെങ്കിൽ ആറ്റിറ്റ്യൂഡിന്റെ ത്രില്ലാണ്. ആ ആറ്റിറ്റ്യൂഡിന്റെ ത്രില്ലിൽ അങ്ങോട്ട് മുറുമുറുക്കണതിങ്ങനാണ്. ചങ്കിടിപ്പായി ചങ്കുന്നതില്ലേലും ചങ്കുറപ്പിൻ ചെങ്കോട്ടയുണ്ടെങ്കിൽ ചിരിമായ ചിറകുയർത്തി ചിന്തകൾപ്പുറം പറന്ന് ഒരു മൈൽ പുഴ കടൽകൾ താണ്ടി പടുകൂറ്റൻ കുന്നു കേറി മഞ്ഞുമലയും താണ്ടി കേറി വിജനതയുടെ രുചി നുകർന്ന് സോളോ എന്ന വികാരം നെഞ്ചിൽ പടുത്തുയർത്തിയ കൊമ്പനാണ്. ആ ട്യൂണുണ്ട്, അതേ പറയാം, അതിന്റെ ചായ ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ലിറിക്സ് എനിക്കിങ്ങനെ അടിപൊളി അല്ല, തമാശല്ല. ബുള്ളറ്റിനെ കുറിച്ച് എഴുതി പിടിപ്പിച്ചേക്കുന്ന സാധനം ഇത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്യുന്ന മറ്റേ അവർ കൊണ്ടുപോയിക്കോളും. മറ്റേ ക്ലബ്ബുകാരൊക്കെ ഉണ്ടല്ലോ, റൈഡേഴ്സ് ക്ലബ് ഒക്കെ ഉണ്ടല്ലോ, അവര് സാധനം പിടിക്കുക. അല്ല, കിള്ള സാധനല്ലേ സാധനം ചെയ്താൽ മറ്റേ അല്ലേ? അതായത് ഇത് ചെയ്യുന്ന സമയത്ത് എന്റെ ബാലിശമായ കമന്റ് ആയി പോയോ? ഇത് എന്റെ ബാലിശമായ കമന്റ് ആയി പോയോ? അല്ല, സംഭവം അടിപൊളിയല്ലേ? ഞാനിപ്പോ വരുമ്പോ മെട്രോ ആദ്യം ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടുന്ന് ഒരുമിച്ച് ക്യാബിലേക്ക് കയറാൻ പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഒരുമിച്ച് വന്നിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ആ മനസ്സിലേക്ക് ആ വിഷ്വൽസ് കൂടി വരുമ്പോഴേ ട്രിപ്പ് ഞാൻ മണ്ടത്തരം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു. എക്സ്പ്രഷൻ ആദ്യമായി കേട്ടെ അതാ എന്റെ മനസ്സിലും വിഷ്വൽ ആയിരുന്നു. മറ്റേ പുള്ളി വിഷ്വൽ ഉണ്ട് എന്ന് പറയുമ്പോഴും എന്റെ മനസ്സിൽ മറ്റേ സാധനം കട്ടക്കടന്ന് പറയുമ്പോ അതിന്റെ പിന്നാലെ ഈ സൗണ്ട് എന്റെ ഉള്ളിൽ ആ സാധനം അവിടെ ഉണ്ട്. പിന്നെ കുട്ടു ആ ഓരോ ഹിമാലയൻ വണ്ടിയുടെ എല്ലാത്തിന്റെയും വിഷ്വൽ ഉണ്ട്. അത് കടന്ന് പിന്നെ ഈ യാത്രയിലാണ് ചങ്കിടിപ്പായി ചങ്കുന്നതില്ലേലും ചങ്കുറപ്പിൻ ചെങ്കോട്ടയുണ്ടെങ്കിൽ ചിരി മായ ചിറകുയർത്തി ചിന്തകൾക്കപ്പുറം പറന്ന് ഒരു മൈൽ പുഴ കടൽകൾ താണ്ടി പടുകൂറ്റൻ കുന്നു കേറി മഞ്ഞുമലയും താണ്ടി കേറി വിജനതയുടെ രുചി നുകർന്ന സോളോ എന്ന വികാരം നെഞ്ചിൽ പടുത്തുയർത്തിയ കൊമ്പനാണ്. അങ്ങനെ അന്ന് ഭയങ്കര ക്രൈസ് ആയിരുന്നു. പെണ്ണിന്റെ പകരം ബുള്ളറ്റിനെ സ്നേഹിച്ചവൻ. ഇത് വർക്കൗട്ട് ചെയ്യും ബ്രോ ഇത് പാട്ടാക്കി ചുമ്മാ വെറുതെ എങ്കിലും. അതെ അതെ, ഞങ്ങളുടെ ഫ്ലോറിൽ ഒരു പുതിയ പാട്ട് പറക്കുന്നു. പഴയ പാട്ടിനെ ഞങ്ങൾ പുനർജനിപ്പിക്കുന്നു. ബുള്ളറ്റിന്റെ സൗണ്ട് ഒക്കെ ആ സാധനം മാത്രം നോക്കട്ടെ. നിങ്ങൾ 15 മിനിറ്റ് പാട്ടുണ്ടാക്കി ഇവിടെ വെച്ച് കേട്ടിട്ടങ്ങ് തുടങ്ങട്ടെ. സിസ്റ്റം എന്ത് സിസ്റ്റമാണ് വേണ്ടത്? ഇവിടെ കൊണ്ടുതരും. ബുള്ളറ്റാണോ വേണ്ടത്? ചോദിച്ചാ കേട്ട് വേണല്ലോ. സാരമില്ല, നിങ്ങൾ പാട്ട് ചെയ്യുമ്പോൾ കേൾപ്പിച്ചാൽ മതി. അതെങ്ങനെ പാട്ട് ചെയ്ത് ഹിറ്റായി കഴിയുമ്പോൾ വേറെ വലിയ ചാനൽ തൂക്കിക്കൊണ്ടു ഞങ്ങളെയൊക്കെ ആര് മൈൻഡ് ചെയ്യും? അങ്ങനെയൊക്കെയാണ് പാട്ടുകൾ പറക്കുന്നത് അല്ലേ? നല്ലൊന്ന് ആലോചിച്ചോക്കെ. പണ്ട് ഇപ്പം ഇവൻ
ഞാൻ ആ വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ടപ്പോൾ പണ്ടത്തെ റെക്കോർഡിങ്ങും പരിപാടിയൊക്കെ വീണ്ടും അവർ കൊണ്ട് കണ്ടായിരുന്നു. പടം കണ്ടായിരുന്നു? കണ്ടില്ല. സത്യം പറ കണ്ടായിരുന്നു? കണ്ടു. അല്ല, ഞാൻ പറഞ്ഞു അതിനകത്ത് പഴയ റെക്കോർഡിങ്ങും പരിപാടിയൊക്കെ കൊണ്ടുവന്നപ്പോഴേ പണ്ട് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ സാധനം ചെയ്തിട്ടത്. ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നില്ല അവിടുന്ന് ഫോണിൽ വിളിച്ച് റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കുന്നു, ഇവിടെ അവിടെ വീട്ടിൽ നിന്ന് റെക്കോർഡ്. ഇത് ഞാൻ കണ്ടെത്തിയൊരു മെക്കാനിസമാണ്. ഭയങ്കര എന്തോ ആട്ടെ, സംഭവം സക്സസ് ആണോ? നിങ്ങളിത് എന്ത് ചെയ്തു എന്നുള്ളതല്ല, സാധനം സക്സസ് ആണോ? അതെങ്ങനെ എല്ലാ പാട്ടിലും നടക്കൂല. അല്ല, എല്ലാ പാട്ടും ഞാൻ ചോദിക്കുന്നില്ല, സമൂഹം അങ്ങനല്ലേ. നിങ്ങളിപ്പോൾ ബിടെക് പഠിച്ചിട്ട് വെറുതെ വീട്ടിൽ കുത്തി ഇരിക്കുവാണെങ്കിൽ നാട്ടുകാർ തെറി വിളിക്കും. ഇപ്പൊ നിങ്ങളൊരു പാട്ട് വയറിലെ ശരിക്കും തെറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് വിജയിക്കുന്നവരോടൊപ്പം മാത്രമേ സമൂഹമുള്ളൂ. അതെന്ത് കഷ്ടമല്ലേ? എന്ത് കഷ്ടമല്ലേ? കലാകാരന്റെ വിലയില്, കലയ്ക്ക് വിലയില്ല. അല്ല, ഇത് മറ്റേ പണ്ടത്തെ അതേ സംഭവം. എനിക്കെന്താ സംഭവിച്ചാൽ ഞാൻ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇമോഷൻ എന്നോട് ഇപ്പോൾ ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാനൊരു ഇന്റർവ്യൂവിൽ ചെയ്തതാണ്. എനിക്ക് അതല്ല, എനിക്ക് മേത്തൊരു വെയിറ്റ് വേണം, ഇമോഷണൽ വെയിറ്റ് വേണം, മസ്റ്റാണത്. സന്തോഷം വേണം, ദേഷ്യം വേണം, എന്തെങ്കിലും വേണം എനിക്ക്. വെറുപ്പിച്ച നിങ്ങൾ പാട്ട് പാടും? ഏതാ വെറുപ്പിച്ച പാട്ടുണ്ടാക്കും? വെറുപ്പിച്ച എന്നെ കൊണ്ട് അതേ പറ്റുമോ? അത് വ്യക്തിയോടെ ഇരിക്കില്ല, അത് വ്യക്തിപരമല്ല, അത് എൻ്റെ ജീവിതമായി. എല്ലാ മനുഷ്യർക്കും മറ്റേ ട്രോമാസ് ഒക്കെ ഉണ്ടാവില്ലേ, ചൈൽഡ്ഹുഡ് ട്രോമകളും ചെറുപ്പത്തിൽ വളർന്നതിൻ്റെ രീതികളും. അപ്പം അത് ചില സമയത്തൊക്കെ ആയിരിക്കും ഇത് ട്രിഗർ ആവുന്നത്. ആ ട്രിഗറിങ് പോയിന്റുകൾ ഒന്നില്ലെങ്കിൽ മറ്റേ തല്ലി തീർക്കാം, സംസാരിച്ച് തീർക്കാം. അതല്ലാതെ ഒരു മെത്തേഡ് ഞാൻ എഴുതിയോ പാട്ടുണ്ടാക്കിയോ എൻ്റെ ഒരു ഞാൻ ഇലക്ട്രോണിക് മ്യൂസിക് പ്രൊഡ്യൂസറാണ് ബേസിക്കലി. അപ്പോൾ എൻ്റെ ഒരു സൗണ്ട് സ്കേപ്പിൽ എനിക്ക് ഈ ഇമോഷൻസ് ഇറക്കി വയ്ക്കാം. വെൻഡിങ് ഔട്ടാണ്. ഡയറി എഴുതുന്നത് ആൾക്കാർ, ഒരു ഈ ജേണൽ എഴുതുന്ന ആൾക്കാരൊക്കെ, ഈ ഡിപ്രഷനൊക്കെ ഉള്ള ആൾക്കാരുടെ അടുത്തൊക്കെ സജസ്റ്റ് ചെയ്യും, മറ്റേ ഇമോഷൻസ് ഇറക്കി വയ്ക്കാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും ഇറക്കി വയ്ക്കുക. അപ്പോൾ അതുപോലൊരു മെത്തേഡ് ആണ് എനിക്ക് പാട്ട്. ആ മെത്തേഡ് ഞാൻ എവിടെയോ കഴിഞ്ഞ 2 വർഷത്തിൽ ഞാൻ ക്രാക്ക് ചെയ്തു. ആ ക്രാക്ക് ചെയ്ത സമയത്തിനുള്ളിൽ ഞാൻ കുറേ പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ പാട്ടും അടിപൊളിയാണെന്നല്ല ഞാൻ പറയണത്, പക്ഷെ എല്ലാ പാട്ടിലും ഞാൻ എൻ്റെ ഇമോഷൻ ഇറക്കി വെച്ചേക്കണത്. അപ്പം ഈ സംഭവം എനിക്കിപ്പോൾ എളുപ്പമായി. അത് ചിലപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എളുപ്പമല്ല, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം സിനിമയ്ക്കൊക്കെ പാട്ട് ചെയ്യണ സമയത്തൊക്കെ എത്ര മാസങ്ങൾ എടുത്തിരുന്നു അറിയാം ഒരു പാട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം അത് 2-3 പേരുടെ ജഡ്ജ്മെൻ്റാണ്. അവരുടെയൊക്കെ സിനിമയിലേക്ക് കഥാപാത്രം ഉണ്ട്, ആ കഥാപാത്രത്തിനനുസരിച്ച് ചെയ്യണം. ആ കഥാപാത്രത്തിന് ഈ പാട്ടിൻ്റെ ഈ പോയിന്റ് ഹൈ ആവും, അതിങ്ങനെ ഡൗൺ ആവും. അപ്പം വേറൊരാളുടെ ഒരു സ്പെക്ട്രത്തിലൂടെ സഞ്ചരിക്കണം. അത് ഭയങ്കര സൈക്കോളജി പഠിക്കണം തോന്നുന്നു അത് ചെയ്യണമെങ്കിൽ. ഭയങ്കര അല്ല, ചിലർ സങ്കടം വന്നു കഴിഞ്ഞാൽ വേറെ പല രീതിയിൽ, നേരത്തെ ബ്രോ പറഞ്ഞതിലൂടെ ഞാനായതുകൊണ്ട് അത് പാട്ട് ചെയ്ത് തീർത്തു. മറ്റു ചിലർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ സൂയിസൈഡൊക്കെ ചെയ്യുന്നവരുണ്ട്. റിലേഷൻഷിപ്പ് ചർച്ച സീരിയസ് ആയി പോകുന്നു തോന്നുന്നു. വേണ്ട, നമുക്ക് സീരിയസ് ആവണ്ട, നമുക്ക് ഇങ്ങനെ അത് അങ്ങനെ പോരുത്. നിങ്ങൾ എഴുതി നോക്കുക, എന്തെങ്കിലും എഴുതല്ല എന്തെങ്കിലും ചെയ്യും. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നാൽ ഞാൻ ചെയ്യുന്ന പണി എന്താ അറിയും? എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന നേരെ ഇവിടെ കയറി ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു വീഡിയോ ചെയ്യും. നമുക്ക് മറ്റേ ന്യൂസ് ചാനലിലേക്ക് എനിക്ക് പറയാനുള്ള സകല പ്രശ്നങ്ങൾ ആ ഒരു രാഷ്ട്രീയ നേതാവെന്നല്ല, ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമല്ലോ, ആ കണ്ടന്റ് എടുത്ത് വെച്ചിട്ട് സകല ദേഷ്യം അതിനകത്ത് തീർക്കും. വെൻഡിങ് ഔട്ട് അത് മറ്റേ വൈറലായിക്കോളും, പൈസ വന്നോളും, ദേഷ്യത്തെ കാശാക്കാൻ പറ്റും. എനിക്കിപ്പോ പുതിയൊരു പ്രശ്നം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ സ്ട്രെസ് ഈറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഫുഡ് കഴിക്കലാണ്. പക്ഷെ എന്റെ ദേഷ്യം ഭക്ഷണം കഴിക്കാൻ, ഫുഡ് ഞാൻ കഴിക്കുന്ന ടെൻഷൻ വരുമ്പോഴാണ്. ചിലർ പറയും ടെൻഷൻ വരുമ്പോൾ ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഉറങ്ങാൻ പറ്റില്ല. എനിക്കല്ല, നല്ല ടെൻഷൻ ഓരോരുത്തർക്കും ഓരോന്നാണെന്നോ അല്ലേ? നിങ്ങൾ അങ്ങനെയാ? എനിക്ക് ഈ ഇടയിട്ട് തുടങ്ങിയിട്ട് നല്ല പരിപാടിയാണ്. ആവുന്നുണ്ട്. എല്ലാ ആഗ്രഹങ്ങളും വെറുതെ അങ്ങനൊന്നും ആഗ്രഹിക്കരുത്. ഞങ്ങള് തിരിച്ചു വരാൻ വിടുന്ന പാടുണ്ടല്ലോ പറ്റുന്നു. ഇവിടെ സംഭവം എന്താന്ന് പറഞ്ഞാൽ ഇവിടെ 2 ബോൺസ് ഉണ്ട്. അപ്പോ എന്റെ ഈ 2 ഭാഗത്തായിട്ട് തൊട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രൊജക്ഷൻ. അപ്പോ എന്റെ ഫ്രണ്ട്സ് ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിള്ളേർ ഇങ്ങനെ തൊട്ട് നോക്ക്, നീ പിള്ളേര് ഓക്കെ. ഓ മൈ ഗോഡ്. അപ്പൊ അതിന് ഷർട്ട് അഴിക്കേണ്ടി വരും ഇവിടെ. കേട്ടോ, അല്ല 2 ഭാഗത്തുണ്ട്. അത് എല്ലാ ശരിക്കും എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. മാംസത്തിന്റെ കുറവ് കൊണ്ട് തെള്ളി വരുന്നതാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ അതുള്ളതുകൊണ്ട് ഇപ്പൊ പിള്ളേരൊക്കെ ഇങ്ങനെ വന്നിട്ട് ചിലപ്പോ എങ്ങാനും തോളിലൊക്കെ ചാഞ്ഞിട്ട് ഇങ്ങനെ പെട്ടെന്ന് എണീറ്റിട്ട് ഏട്ടാ ഇതെന്താ ഇതേ ഇപ്പൊ വന്നില്ലേ ഈ എക്സ്പ്രഷനൊക്കെ വന്നിട്ട് വെറുതെ അല്ലാട്ടോ നിനക്ക് പെണ്ണ് കിട്ടാത്ത, എങ്ങാനും വന്ന് അവർക്ക് ഒന്ന് ചാരി കടക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നത്. അപ്പൊ ഞാൻ അതൊക്കെ കടണം. അയ്യോ ഒന്ന് തടി നമ്മളിങ്ങനെ ചാരി ആ ഒരു ഇതിൽ പറയുമ്പോ അവര് പറയും നമുക്കൊന്നും ചാരാൻ പോലും ആരുമില്ല.
അപ്പൊ ആ സമയത്ത് ഞാനത് എഡിറ്റർ കട്ടിട്ട് അപ്പൊ പറ നമ്മൾ എന്ത് വിഷയം വ്യതിരിച്ചു. അല്ല ഇതെന്ന് തന്നെയായിരുന്നു തടിയുടെ കുറച്ച് ആക്ടിങ് എന്നുള്ളൊരു ഇത് രണ്ട് എല്ലിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ ഇപ്പൊ. മറ്റേത് പടി കയറാനൊക്കെ വലിയ പാടാ. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. എനിക്ക് ബ്രോ ഈ പാട്ടല്ലാണ്ട് ബ്രോ മേക്ക് ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു പാട്ട് ഏതാ? ഇതായിരിക്കോ? ഇതല്ലല്ലോ, വേറെ പാട്ടല്ലേ മനസ്സിലായി ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഇതിനേക്കാൾ ഇഷ്ടപ്പെട്ട പാട്ട് വേറെ ഇല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതെനിക്ക് ഇതെനിക്ക് മറ്റേ ഇതിനകത്ത് സൗണ്ടിങ്ങിൽ എക്സ്പെരിമെന്റ് ചെയ്തതിന്റെ ഹൈ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇനീഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് മ്യൂസിക് പ്രൊഡ്യൂസേഴ്സൊക്കെ നമുക്ക് വരുമ്പോൾ ജസ്റ്റിൻ ചേട്ടനും ജസ്റ്റിൻ വർഗീസ്, ആർക്കാഡോ, നീരജ്, ഇവരൊക്കെയാണ് ആദ്യം വന്നിട്ട് മറ്റേ അപ്രീഷിയേറ്റ് ചെയ്തത്. എന്താ അടിപൊളി സൗണ്ടിങ് ആണ്, ഇതൊരു കേൾക്കാത്തൊരു പരിപാടി എന്ന് വെച്ചാൽ പണ്ടത്തെ പാട്ടിനെ റീക്രിയേറ്റ് ചെയ്യാൻ പാടാണ്. അത് മനസ്സിലായി ചെയ്തപ്പോൾ എനിക്കെന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്ത് പ്രോസസ്സിങ്ങാ ചെയ്തെന്ന് അറിയില്ല. ഇവരെ വിളിച്ചിട്ടുണ്ടായില്ല ഒരു പ്രാവശ്യം മറ്റേ പടത്തിന് വേണ്ടിയിട്ട് എന്തോ ഇതെങ്ങനെ പ്രോസസ് ചെയ്തതെന്ന്. അതായത് നമ്മുടെ ഈ ഇംഗ്ലീഷ് ചന്ദ്രികയില് ഈ പാട്ടുകാരി പെണ്ണെ പാട്ടിന്റെ ആ പ്രോസസ്സിംഗിൽ എങ്ങനെയാണ് ഇത് വർക്കിംഗ് പ്രൊഡക്ഷൻ എങ്ങനെ ചെയ്തെന്ന് അറിയാൻ വേണ്ടി സ്പെഷ്യലി വിളിച്ചിട്ടുണ്ട്. സംഭവിക്കേണ്ടതാണ്. അല്ല എനിക്കൊരു ചെയിൻ അറിയാം. ഞാൻ ഇങ്ങനെ ഡിസ്റ്റോഷൻ ഇടും, അതിന്റെ ആംബ് ഇടും, അതിന്റെ ഇ ക്യൂ ഇതും. പക്ഷെ ഇ ക്യൂ എങ്ങനെ ഇ ക്യൂ ആണ് ടെക്നിക്കലി അത് ആ സമയത്ത് വന്ന സ്പോണ്ടേനിറ്റിയിൽ ചെവി വെച്ച ജഡ്ജ് ചെയ്യണല്ല. അങ്ങനെ ഇത് കൊള്ളാം, ഏകദേശം ഇതുപോലെ കംപ്രസ്സൊക്കെ ചെയ്യും. അപ്പൊ അപ്പോ ആ സാധനം അത് അപ്പത്തെ സെൻസാണത്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതിനകത്ത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ, നമുക്കറിയാത്ത പിള്ളേരെ നിങ്ങളോടാട്ടോ. ഇവര് നമ്മള് കേൾക്കുമ്പോ ഈ വാട്സ്ആപ്പ് ഓഡിയോ അയച്ചു കഴിഞ്ഞിട്ട് ഇവര് പേഴ്സണൽ മെസ്സേജ് വരുമായിരുന്നു, ബ്രോ ഞാനൊരു പാട്ട് പാടിയേക്കാം, ഇതൊന്ന് കേട്ടിട്ട് ഇതിനൊന്ന് പാട്ടാക്കി തരും. അയ്യോ അങ്ങനെ ചെയ്യരുത് കേട്ടോ. മറ്റേ കുറച്ച് പാട്ടിൽ ഇറക്കണം എന്ന് ആഗ്രഹമുണ്ട്. 30 പാട്ടുള്ള ഇറങ്ങാനുണ്ട് ഈ വർഷം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അതൊക്കെ എന്താ സംഭവിച്ചാൽ ഞാൻ ഇവളുടെ റീലറിനും കട്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇവളുടെ വാട്സാപ്പ് ഓഡിയോ എങ്ങനെയാണ് ഞാൻ സാമ്പിൾ ചെയ്തതെന്നുള്ള ആ പ്രോസസ്സ് മൊത്തം കാണിച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആരാ എന്താണെന്ന് മനസ്സിലാവാതെ എനിക്ക് ഒരു ലോഡ് മെസ്സേജ് ആൾക്കാരുടെ, ബ്രോ ഒരാൾക്ക് പാടി കഴിച്ചെന്ന് എന്തോ ഒരു പാട്ടൊക്കെ, ബ്രോ ഇതൊന്ന് സാമ്പിൾ ചെയ്ത് തരുമോ, ബ്രോന്റെ പരിപാടി ചെയ്ത് തരുമോ, പാട്ടാക്കി തരുമോ, റീൽ ഉണ്ടാക്കുന്ന ഒരാളാന്ന് ചോദിച്ചു. മറ്റേ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടിട്ടില്ലേ മറ്റേ ഫോട്ടോ വരയ്ക്കുന്നവര്, മരിച്ചുപോയവർക്ക് പടം വരയ്ക്കുന്ന ആ പരിപാടിയായി ഞാൻ വിട്ടണം. അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട എല്ലാവരും പേഴ്സണായിട്ട് പറഞ്ഞു, ഇല്ല ബ്രോനെ കുറച്ച് പാട്ടിറങ്ങാൻ. അങ്ങനെയൊന്നുമല്ല പറഞ്ഞു, എനിക്ക് കുറച്ച് പാട്ടിലിറക്കാണ്ട്. താങ്കളങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇച്ചിരി കാര്യമായിട്ട് പറയാമല്ലോ. താങ്കൾ ഭവ്യത ഓവർ വിനയം എനിക്ക് ഉണ്ട്. എനിക്കിഷ്ടമുള്ള കുറെ പാട്ടിൽ ഇറങ്ങിയിട്ടില്ല, വരാൻ പോകുന്ന കുറെ പാട്ടിലാണ്. പിന്നെ ഒരു പാട്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇറങ്ങിയിരിക്കുന്നത് ഒരേ നിറം എന്നുള്ളൊരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്. അല്ല ബ്രോയ്ക്ക് ഏറ്റവും പാടാൻ ഇപ്പൊ മനസ്സിലേക്ക് ആദ്യം വരുന്നത്? ഓ മൈ ഗോഡ്, കുറെ പാട്ടുണ്ട്. ഞാൻ കാലിക്കട്ടെ, മൈക്ക് പിടിച്ചു കൊടുക്കും. ഞങ്ങളുടെ സാങ്കേതിക പിഴവ് കാരണം ഒരു മൈക്ക് മാത്രം വെച്ചിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ കേൾക്കുന്നത്. ഇത് ഈ പാട്ടിന്റെ പേര് ഒരേ നിറം എന്നാണ്. ഒരേ നിറം, ഒറ്റ കളറ്, 7 നിറമുണ്ട് മഴവില്ലിന്. പക്ഷെ നമ്മൾ ഒരു നിറയെ കാണാറുള്ളൂ. ഇത് ഞാൻ കാവ്യാത്മകമായി പറഞ്ഞ കേട്ടോ. നമ്മുടെ ചുറ്റും കുറേ ഓപ്പർച്യൂണിറ്റികളും കുറേ വഴികളുണ്ട് നമുക്ക് ജീവിതത്തിൽ. നല്ല നല്ല നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ എവിടെയെങ്കിലും ഇതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ആക്ച്വലി നടക്കാനുള്ള വള്ളിത്തുമ്പുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമ്മൾ കാണാൻ പറ്റായിരിക്കാം, നമ്മുടെയാണ് പ്രശ്നം കുറേയൊക്കെ. അപ്പോൾ ഒരേ ഒരു നിറം മാത്രം കാണുന്ന ഞാൻ 2 വർഷം മുമ്പത്തെ ഞാൻ എഴുതിയൊരു പാട്ടാണ് ഒരേ നിറം. അരിഷ
ഒരേ നിറം തരും മഴവില്ലോ ഇതോ ഇത് ഏഴു നിറം എവിടെ. ഇത്ര നിങ്ങൾ പഠിച്ച കൂടെ പാടാൻ പറ്റും? കൂടെ പാടി കുളവാക്കണോ? നന്നായി പാടിക്കൊണ്ടിരിക്കല്ലേ. ഒരേ നിറം കാണരുത്, എല്ലാ നിറം കാണുന്നത്. ഇതെല്ലാ പാട്ടും നെഗറ്റീവ് ആയിരിക്കും പറയുന്നത്, പക്ഷെ ഓപ്പോസിറ്റ് എടുക്കുക. ഈ 2 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ പാട്ടല്ലേ? ഈ 2 വർഷങ്ങൾക്ക് ശേഷം എഴുതിയൊരു പാട്ട് ഏതാ നിറം? ഈ അടുത്ത് എഴുതിയ വല്ല പാട്ടൊന്നും ആയിരിക്കട്ടെ. ഈ പല നിറങ്ങൾ കണ്ടതിന് ശേഷം വരികളുടെ അന്തർധാരയിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മാത്രമേ ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകാറുള്ളൂ. നിക്ലാ ആഗേ ആഗേ ഖടാ ലംബാ റസ്താ മിली सवारी ब्रांडेड ये गड्डी ब्रांडेड भैया करतूते है तेरी ये अजूबा फिरता हूँ मैं रहता बातों बातों में ही रहने दो चलना है तो चलता है उन्हें जलने दो बातों 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 में ही बातों में ही बातों 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 में ही बातों 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 में ही बातों में ही बातों 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 में ही चलने दो. അതൊരു സാധാരണ ഇൻഡി സ്റ്റഫാണ്. താങ്ക് യു. അത് ഇനി 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 എല്ലാം കളർഫുൾ സാധനങ്ങളായിരിക്കും. ഒറ്റ കളറിന് പിന്നാലെ പോവില്ല, ഒരു വണ്ടിന് പിന്നാലെ പോവില്ല. നിങ്ങൾക്ക് ഇങ്ങനെ എന്തോ കഥകളൊന്നും പറയാനില്ല. ഇവർക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പരിപാടികളെ കറക്റ്റായിട്ട് ഞാൻ പറയാം. ഇവളൊരു ഭയങ്കര ടാലൻ്റ് ആയിട്ടുള്ള റൈറ്ററാണ്. ഓക്കെ, ഇവളാണ് എനിക്ക് സ്വന്തമായ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്, മുഖത്തൊക്കെ ഞാൻ പ്രവചിക്കുന്നു. യെസ്, സ്വന്തമായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവളാണ് എന്നെ പഠിപ്പിച്ചു തന്നത് എങ്ങനെ ഇമോഷൻസ് പേപ്പറിലേക്ക് ആക്കാം എന്നുള്ള സംഭവം. ഞാൻ ബ്രേക്കപ്പ് ചെയ്യണ സമയത്ത് ഇവളൊക്കെ ആയിരുന്നു ഒരു താങ്ങും തണലും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ഓടി വന്ന് നമ്പർ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഒരാൾ പേരൊന്നും ഞാൻ പറയില്ല, ഈ ഓഫീസിലുള്ള ഒരാൾ, ഈ ഓഫീസിലുള്ള ഇവിടെയാണ് ഈ ഇമോഷൻസിന്റെ പേപ്പറിലാക്കുന്നത് പറഞ്ഞു തരുന്നത്. ഓക്കെ, പേര് പറയണോ പിള്ളേരെ? പറയണോ? അത് ഞാൻ തന്നെയാണ്. അല്ല, ഞാനല്ല സെൽഫ് ഗോൾ അടിക്കില്ല. ഓക്കെ, അപ്പോൾ എഴുതാനൊക്കെ ഭയങ്കര അധികം പ്രേരിപ്പിച്ച ഒരു ആളാണ്. ഇനി അടുത്ത് ഞാൻ അഖിലേഷിനെ പറ്റി പറയാനുള്ള സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ പറഞ്ഞിടുന്ന മുമ്പ് നല്ലൊരു കാര്യം പറയാം. ഈ ഭയങ്കര സ്പോണ്ടേനിയസ് ആയിട്ടൊരു പാട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിനതിൻ്റേതായ എൻവയറമെൻ്റ് ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കാൻ പോകില്ല. എനിക്ക് വേറെ സിംഗർ ഫ്രണ്ട്സ് ഉണ്ട്, വേറെ കുറേ ആർട്ടിസ്റ്റുകൾ എനിക്ക് അറിയാം. അവരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഈ ബെഡിൽ ഇരിക്കുന്ന അത് ആസ്വദിച്ച് അതിൻ്റെ ഭാഗമാവാൻ എല്ലാവർക്കും പറ്റില്ല. പിന്നെ ഞാൻ ആഗ്രഹിക്കുന്നൊരു ടോണ്, ഞാൻ ആഗ്രഹിക്കുന്ന ഈ പരീക്ഷണങ്ങൾ, അതൊക്കെ ചെയ്യണ ശോകമല്ലേ, അങ്ങനെ ചെയ്യണോ? ആരും ചെയ്യാൻ വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും, ഇതൊക്കെ ചെയ്താൽ ഇത് മലങ്കട്ടിൽ വീഴുമോ, എന്തിൽ വീഴും, ഈ ഓവർ ജഡ്ജ്മെൻ്റായിട്ട് ആൾക്കാരെങ്ങനെ എടുക്കും. ഇതൊന്നും ഇല്ലാതെ ഒരു പാട്ടുണ്ടാക്കാൻ പറ്റുക എന്നുള്ള സംഭവം ഈ ഇദ്ദേഹത്തിനൊപ്പം പറ്റി. അത് അന്ന് ഭയങ്കര ഞാൻ കൃതാർത്ഥനാണ്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ 3 മണിക്കൂറിൽ ഔട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്കും സെറ്റ് സമാധി, ഇതൊക്കെ മതി, ഇതന്നെ ഫൈനൽ സെറ്റാണ്, ഒരു പ്രശ്നമില്ല. പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല. അവരെ ഈ നടക്കില്ല, അത് ഭയങ്കര പാടാണ്. ഇത്ര മ്യൂസിക് ഡയറക്ടേഴ്സ് ആൻഡ് മ്യൂസിക് പ്രൊഡ്യൂസർക്ക് റിലേറ്റ് ആവും, അവർക്ക് റിലേറ്റ് ആവും പരിപാടി. അപ്പം അങ്ങനെ ഒരു കിട്ടില്ല ഒരു ചങ്ങായാണ്. പിന്നെ
എനിക്ക് സമയത്ത് ഓർമ്മ വരുന്ന സിനിമ ഡയലോഗ്, എനിക്ക് ഈ സെന്റിമെന്റ് ആ ഒരു സാധനത്തിലേക്ക് പോകുന്നതേ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. പക്ഷെ എപ്പോഴും ഇടുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. കാതിൽ ചുമന്ന കടുക്കനിട്ടൊരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു, അച്ഛനില്ലാത്ത സമയത്ത് എനിക്ക് മുടി വെട്ടി. പുള്ളി ബാർബർ ബാലൻ മനസ്സിലായി. പറഞ്ഞ പോലെ പുള്ളി ഭയങ്കര പറഞ്ഞങ്ങ് കണ്ണൊക്കെ ഇങ്ങനെ അങ്ങ് നിറഞ്ഞു വരുന്നുണ്ട്. അത് ചൂടിനെയാ തോന്നുന്നു, ഏർപ്പാണത്. അല്ല അപ്പം തളർത്തി കളയുക. എനിക്ക് അയ്യോ വാക്കുകളില്ലാണ്ടായല്ലോ പെട്ടെന്ന്, വാക്കുകളില്ലാണ്ടായി പോയി പെട്ടെന്ന്. അല്ല അപ്പോൾ ഇതാണ് രഹന, ഇവർ ഈ പാട്ടിനെ വളരെയധികം കറക്റ്റായിട്ടുള്ളൊരു മറ്റേ യൂണിവേഴ്സ് കൊണ്ടുവന്നു. എന്നിട്ട് 2-2.5 വർഷമായി പുള്ളിക്കാരിക്കും പുള്ളിക്കാരനും താങ്കൾ ഒരു പാട്ട് കൊടുത്തില്ല. അല്ല, ആ പാട്ട് കൊടുക്കേണ്ട പാട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ല, അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും ആർക്ക് അവസരം കൊടുക്കേണ്ട സാധനമല്ല, അവസരങ്ങൾ സംഭവിക്കേണ്ടതാണ്. ഓപ്പർച്യൂണിറ്റീസ് ചുറ്റുമുണ്ട്, ഗ്രാബ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിർബന്ധമില്ല എപ്പോഴും എല്ലാം കൊടുക്കണമെന്ന്. എല്ലാം അവൈലബിൾ ആണ്, എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നും. നമുക്ക് വേണ്ടതിനെ തേടിയെടുക്കാം. കൊടുക്കൽ വാങ്ങലല്ല ഇത്, ഇതൊക്കെ സംഭവിച്ചു പോകുന്ന പാർക്സുകളാണ് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇൻഡസ്ട്രിയിലും എല്ലാവരും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതിനുള്ള പൊട്ടൻഷ്യൽ ആൾക്കാരുമാണ് ചുറ്റുമുള്ളത്. അപ്പോൾ പിന്നെ എന്തായാലും സംഭവിക്കും, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അവസരം, നാളെ അവസരം, അങ്ങനൊന്നുമല്ല. അവസരം അവസരം ഇത് അത് എപ്പോഴും സ്റ്റേ ചെയ്യുന്നുണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അത് സമയമാകുമ്പോൾ അത് സംഭവിച്ചു. അതെ, സമയമാകുമ്പോൾ നല്ല സംഭവിക്കും, അടിപൊളി സാധനം സംഭവിക്കും. അതാണ് സംഭവം. യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭരതി ഭാരത, അങ്ങനെ കണ്ടല്ലേ? അങ്ങനെ കാണാന്ന് തോന്നുന്നു. ഞാൻ തലയാട്ടി തരുന്നുണ്ട്. എനിക്കത് മനസ്സിലായില്ല ഗൈസ്, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കുമ്പോ. എനിക്ക് തോന്നുന്നു പാട്ടുകൾ സംഭവിക്കും തന്നെയാണ് തോന്നുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി മേ ബി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങനത്തെ ഒരു പ്രോസസ് ഉണ്ടായിട്ടില്ല, പിന്നെ അതിന് ശേഷമാണെന്നുണ്ടെങ്കിലും. അല്ല, മികച്ച കലാസൃഷ്ടികളെല്ലാം അവിചാരിതമായി സംഭവിച്ചതാണ് മലയാളത്തിൽ. അല്ല, ഞാനതല്ല, പ്രിയദർശൻ ശ്രീനിവാസൻ കുട്ടികളിലൊക്കെ പല സിനിമകളും ബാത്റൂമിൽ നിന്ന് ടിഷ്യൂ പേപ്പറിൽ ഇരുന്നിട്ട് 1 ലൈൻ എഴുതി ഷൂട്ട് ചെയ്ത സിനിമകളെ പറ്റിയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമുക്കറിയില്ല, നമ്മളതിനെപ്പറ്റി സംസാരിക്കാൻ ആളും അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെപ്പറ്റി പറയുന്നില്ല. ഇനി എന്തായാലും 2-2.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സൗഹൃദ സദസ്സിലുണ്ടായൊരു പാട്ട് പിന്നീട് സോഷ്യൽ മീഡിയയിൽ അങ്ങ് നിറഞ്ഞാടുമ്പോൾ നിങ്ങൾ 3 പേര് സ്റ്റാർ ആവുകയാണ്. സോഷ്യൽ മീഡിയ മാത്രമല്ല കേട്ടോ, ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഇങ്ങനെ നമുക്ക് മുന്നിൽ ഇരുത്താൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, ഇവിടുത്തെ വലിയ സാറ്റലൈറ്റ് ചാനലുകൾ എല്ലാവരും നിങ്ങൾക്ക് തരുന്നൊരു സപ്പോർട്ട് വലുതാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്യുന്നവർ എല്ലാവരും, അവർ പോലും അറിയാതെ, ഇത് ആക്ച്വലി സത്യം പറയാമല്ലോ, ഞാൻ ഈ പാട്ട് നമ്മൾ കുറച്ച് നാളുകൊണ്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധിച്ചു വരുന്നു. നമ്മുടെ പല സുഹൃത്തുക്കളും ഇത് സ്റ്റോറി ആയിട്ടും സ്റ്റാറ്റസിലൊക്കെ അവരുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വെച്ചിടുമ്പോഴും ഞാൻ വിചാരിച്ചിരുന്നത് ഇറങ്ങാൻ പോകുന്ന ഏതോ ഒരു സിനിമയിലെ പാട്ടാണെന്നാണ് വിചാരിച്ചിരുന്നത്. നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് സത്യത്തിൽ അല്ല ഇതിങ്ങനെയാണ് എന്ന് മനസ്സിലായത്. പിന്നെ വേറൊരു കാര്യം ചോദിച്ചിട്ടുണ്ട്, പഴയ പാട്ടാണ് നിങ്ങളത് റീക്രിയേറ്റ് ചെയ്തൊരു സാധനം ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു തമാശ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട് അറിയുന്നൊരു പുള്ളിക്കാരി പറഞ്ഞു, ഹസ്ബൻഡ് പറഞ്ഞു ഇത്രേ, ഇതൊക്കെ കയറി വരുന്ന പഴയൊരു പാട്ടാണ്. ആ പുള്ളിക്കാരൻ അല്ല, എനിക്കറിയാം. ഇല്ലില്ല, അവര് ഭയങ്കര അടിയത്ര, ഇല്ല ഇത് എനിക്കറിയാം, അറിയാം. നോക്കില്ല, ഹസ്ബൻഡ് ഞാനാന്ന് അറിഞ്ഞു ഇത് പാടിയത്. അപ്പോൾ പുള്ളിക്കാരി വന്ന് പോയി ഹസ്ബൻഡിനോട് പറഞ്ഞു, പഴയ പാട്ടാന്നല്ലേ പറഞ്ഞു, എനിക്ക് ഗായകനെ കിട്ടിയിട്ടുണ്ട്, വാ ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പഴയ പാട്ടാന്ന് വിചാരിക്കുന്നവരും കുറെ പേരുണ്ട്. അല്ല, ഇപ്പൊ അങ്ങനെ കുറെ പാട്ടുകൾ സംഭവിക്കുന്നുണ്ടല്ലോ, പഴയ പാട്ടുകളൊക്കെ എടുത്ത് വീണ്ടും അതൊരു തോന്നണം. നമ്മള് എന്തായാലും ക്രിയേറ്ററുടെ ഉദ്ദേശം വിഷൻ ക്ലിയർ ആയി. എന്തായാലും എല്ലാവിധ ആശംസകളും. എല്ലാവരോടും പറയുന്നത് എനിക്ക് പറയാനുള്ളൂ, ഞങ്ങൾക്കും കയ്യെത്തിയാൽ പിടിക്കാൻ പറ്റാത്തത്ര ദൂരത്തിലേക്ക് നിങ്ങൾ വളരട്ടെ. നാളെ ഒരു ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ സമയമില്ല എന്ന് പറയാൻ കഴിയട്ടെ. സീരിയസ്ലി ഞാൻ പറയുന്നു, നമുക്ക് ഇന്റർവ്യൂ അല്ല ബെറ്റർ, നമുക്ക് നമ്മളോടൊപ്പം ഇരിക്കുന്നവർ, സൗഹൃദങ്ങൾ, അത് തുടരുക. വലിയ വേദികൾ, വലിയ സിനിമകൾ ഒക്കെ സംഭവിക്കട്ടെ. ഓക്കെ, താങ്ക് യു. I think before winding up, I just have to say about this last few lines. മലയാളത്തിൽ പറയാൻ കൊള്ളായിരുന്നു, മനസ്സിലാവുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിലൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അഫ്കോഴ്സ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് പ്രൊമോ ആൻഡ് ബോത്ത് ദ സൈഡ്സ് എന്നുള്ള രീതിക്കാണ് പോവാറ്. പക്ഷെ ഇപ്പൊ അവസാനം പറഞ്ഞ വേർഡ്സ് വെരി ജെന്യൂൻ ആയിട്ട് ഫീൽ ചെയ്തു. ഹൃദയത്തെ തട്ടി പറഞ്ഞതാ, ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഫീൽ. അപ്പൊ അല്ല, സീരിയസ്ലി ഹൃദയത്തെ തട്ടി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു മനുഷ്യത്വം ഉള്ളിൽ വെച്ചിരിക്കുന്ന, മുന്നേ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയില്ല, പക്ഷെ ഈ ഒരു വാക്കുകളിലും ഇപ്പൊ ഇരുന്ന ഈ സമയത്തിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സത്യത്തിൽ ഈ ഇന്റർവ്യൂ എടുക്കാനിരുന്നത് ഞാനല്ല, ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ശില്പയ്ക്കും. അല്ല, പക്ഷെ എനിക്കത് കമന്റ് ചെയ്യണം തോന്നി. ഇത്തരം ഒരു രീതിയിൽ ഒരാൾ ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ എനിക്കത് കമന്റ് ചെയ്യണം തോന്നി. അതുകൊണ്ട് മാത്രമാണ് വൈൻഡ് അപ്പ് ചെയ്യുന്ന അവിടുന്ന് മൈക്ക് വാങ്ങി. ഞാനിത് എല്ലാവരോടും എല്ലാ കലാകാരന്മാരായിട്ട് എന്നെ മുന്നിൽ വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞൊരു സംഭവം, ഞങ്ങൾക്ക് ഇനി നാളെ വിളിച്ചാൽ നിങ്ങൾ കിട്ടാതിരിക്കണം. സീരിയസ്ലി, കാരണം അവർ ഉയരങ്ങളിലേക്ക് എത്തണം. എന്തായാലും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഇനിയും കാണാം. സന്തോഷം. താങ്ക് യു.